ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറിപ്പോൾ അയ്യോ, ഞങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചല്ലോ വീണ ചേച്ചി. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണേ. നാട്ടുകാരെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോണേ. അതുകൊണ്ടാണ് ഒരു കറുത്ത തുണി കണ്ട ഉടനെ പെടലി ഒരു വശത്തോട്ട് കോടിയത്. ഒരു ചിത്രം കാണുമ്പോൾ പടച്ച തമ്പുരാനെ, ഒരു ചിത്രം കാണുമ്പോൾ മൂഡ് മാറുന്ന ആളാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ പാവപ്പെട്ട KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വരുമായിരുന്നോ? അപ്പോൾ നിങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ മന്ത്രിപദം അലങ്കരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. ഒരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ചില ജീവിതാനുഭവങ്ങൾക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ചേച്ചി. ഒരു കറുത്ത തുണി കണ്ട് എൻ്റെ കഴുത്ത് വരെ ഒടിഞ്ഞിട്ടുണ്ട്. അത്ര വരെ സംഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത്രയും സെൻസിറ്റീവാണ് ഞാൻ. തൊട്ടാവാടിയൊക്കെ കവച്ച് വെക്കുന്ന തരത്തിൽ ഗിന്നസ് ബുക്കിലേക്ക് കുതിക്കുന്ന ഒരു സെൻസിറ്റീവ് വ്യക്തിയാണ് ഞാൻ എന്ന് പറ. നമുക്ക് അറിയാതെ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകും, മനസ്സാർദ്ര. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. സെൻസിറ്റീവ്നെസ് ആണ് എന്നെ മനുഷ്യനാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും വലിയ മഹത് വ്യക്തിയാണെന്ന് ആരറിഞ്ഞ്? ആ ഹർഷിനയോട് കാണിച്ച സെൻസിറ്റിവിറ്റി, ഹർഷിനയുടെ അനുഭവം കാണിച്ചപ്പോൾ അതിൽ മനസ്സലിഞ്ഞത്, അതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. എല്ലാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അവരെ മൈൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ചേച്ചി ചില്ലറ സെൻസിറ്റിവിറ്റി ഉള്ള ആളൊന്നും അല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഈയിടെ കത്രിക കുടുങ്ങിയപ്പോൾ എന്താ പറഞ്ഞ, എൻ്റെ സമയത്തല്ല, അതൊക്കെ ശൈലജയുടെ സമയത്ത് എന്ന് പറഞ്ഞ് തലയൂരിയ വ്യക്തിയല്ലേ. ഓരോ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളൊക്കെ കാണുമ്പോൾ, കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും മനസ്സിലുള്ള മന്ത്രിമാരുണ്ടോ? എൻ്റെ പൊന്നി ചേച്ചി, കേരളം വിട്ട് എങ്ങോട്ടും പോയല്ലേ. ഞങ്ങൾക്ക് വേറെ ആരുണ്ട് ഇങ്ങനെ മനസ്സലിയിക്കാൻ? ഉപ്പും പഞ്ചാര ഇങ്ങനെ അലിയത്തില്ല. അവരുടെ വിഷമം എൻ്റെ വിഷമമായില്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇനി ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും അങ്ങനെ വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിന്തയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആശയങ്ങളാണ് ചേച്ചിക്ക്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതും കൂടെ പറ ചേച്ചി. എങ്കിലേ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളും ചേച്ചി പറയുന്ന കാര്യങ്ങളും കൂടെ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തുള്ളൂ. അല്ലേ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ വേണമെന്നാണ്. ആരുടെയെങ്കിലും സങ്കടം കാണുമ്പോൾ എനിക്ക് മനസ്സലിയണം, അപ്പോഴേ ഞാനൊരു മനുഷ്യനാകത്തുള്ളൂ, അതിലുപരി ഞാനൊരു മിനിസ്റ്റർ ആകത്തുള്ളൂ. അങ്ങനെ വേണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് പറ്റാറില്ല എന്ന് പറയണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഈ ഭാഗമായിട്ട് അനക്കണ്ട. കറുത്ത തുണി കണ്ടപ്പോഴേ അതിൻ്റെ ഒരു വശം പോക്കായിരിക്കുക. ഇനി ടാട്ടി ആ മൈക്ക് കണ്ട അടുത്ത എന്തെങ്കിലും ഒരു ചോദ്യം കൂടെ വരുന്നത് കേട്ടാൽ പൂർണ്ണമായിട്ട് ഓടിയും. പിന്നെ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുടെ തലയിലിരിക്കുക അത്. പിന്നെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടാൽ ഒട്ടും പ്രകോപനം ഉണ്ടാകാത്ത വ്യക്തിയും കൂടിയാണ് ചേച്ചിയെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. കാറിൻ്റെ ചില്ല് കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് നെറ്റിയിൽ പരിക്കൊക്കെ ആയിട്ട് ചോര ഒലിപ്പിച്ച് അപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയോടെ വന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി എന്നാണ് ആ മുഖ്യമന്ത്രിയുടെ പേര്. അദ്ദേഹം ആരോടും പരാതിപ്പെടാനും പരിഭവപ്പെടാനും ഒന്നും പോയില്ല. എങ്ങനെയാണ് ആ കല്ലെറിഞ്ഞവനെ ഡീൽ ചെയ്തതെന്ന് അറിഞ്ഞായിരുന്നോ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മര്യാദക്കാർ അല്ലേ, മാന്യതയുള്ളവർ. ആശയം ചിന്തയിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൂടി വേണമെന്ന് വിചാരിക്കുന്നവരാണ് അത്തരക്കാർ. ചേച്ചി പിന്നെ ചിന്തയുടെ ആളാണല്ലോ. ചിന്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുദ്രാവാക്യത്തിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നു. അത് കേട്ട് കാണുമല്ലോ. സ്ത്രീ സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അച്ഛനില്ലാത്ത നേരത്ത് അത് പോട്ടെ. അപ്പോൾ ഒരു കരിങ്കൊടി പ്രതിഷേധം കണ്ടുടനെ, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധം കണ്ടുടനെ എന്താടാ അതിനൊക്കെ വേണ്ടത്? എന്തിൻ്റെ പ്രതിഷേധമാണ്? ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് ഏതോ ഈ ചന്തയിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് പോലെ എന്തുമായിരുന്നു ചേച്ചിയുടെ അന്നത്തെ പ്രകടനം, പ്രഹസനം? ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടായിരുന്നോ? ആ ഫയലൊക്കെ എടുത്ത് ആരുടെയെങ്കിലുമൊക്കെ തലക്കടിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ച്. എന്നിട്ട് രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഒരുമാതിരി അന്ന് ചെടിച്ചട്ടി കൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ മോഡലിലേക്ക് പോലീസുകാരെ പറഞ്ഞു വിടുന്ന തരത്തിൽ, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചേച്ചിയുടെ ഇടപെടൽ. ഇങ്ങനെയും ജനങ്ങളുടെ ഓരോ അവസ്ഥ കണ്ടാൽ, ജനങ്ങളെ കണ്ടാൽ, ഓരോ വസ്തുക്കളും ചിത്രങ്ങളും സാധനങ്ങളും ഒക്കെ കണ്ടാൽ മനസ്സലിയുന്ന മന്ത്രിമാർ വേറെ എവിടെ ഇരിക്കുന്നു, മനുഷ്യന്മാർ വേറെ എവിടെ ഇരിക്കുന്നു? മനസ്സാർദ്ര. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ആയിരിക്കുന്നതാണ്. കാരണം സെൻസിറ്റീവ്നെസ് ആണ് എന്നെ മനുഷ്യനാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഒരു നിരപരാധിയെ നിങ്ങൾ കറുത്ത തുണി കൊണ്ട് വേട്ടയാടി കളഞ്ഞല്ലോ മനുഷ്യരെ. ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറിപ്പോൾ അപ്പോൾ എന്തെങ്കിലും കണ്ടാലോ അറിഞ്ഞാലോ അനുഭവിച്ചാലോ സഹിക്കാൻ പറ്റാത്ത ആളാണ് വീണ ചേച്ചി അല്ലേ. മെയ് 4 അന്ന് വീട്ടിലോട്ട് പോയ ICU അല്ല ആംബുലൻസേ ഒന്ന് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞോ കേട്ടോ. അല്ല, ചിലപ്പം സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സസ്പെൻസ് മുകേഷണം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലോ. അല്ലേ ചേച്ചി, ഇത്രയും മനസ്സലിവുള്ള മനസ്സിറക്കമുള്ള ചേച്ചി ആ കോൺഗ്രസ് പ്രവർത്തകരെ, ആ യുവാക്കളെ ഒരു കാരണവും ഇല്ലാതെ 5-6 ദിവസം പിടിച്ച്
ജയിലിലിട്ടതിനെ കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്? ചേച്ചിക്ക് അന്നേരം മനപ്രയാസം ഒന്നും തോന്നിയില്ലേ? അതോ മനപ്രയാസം ഉള്ളത് കൊണ്ടാണോ അവർ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കട്ടെ, എൻ്റെ കെയർ ഓഫിൽ അവർ കുറച്ച് നാൾ സുഖവാസത്തിന് ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചതാണോ? ആ മനസ്സിൻ്റെ വിശാലതയാണോ അത്? അതിനെക്കുറിച്ചുകൂടെ പറ ചേച്ചി. ആൾ വന്നാൽ അവരുടെ വിഷമം എൻ്റെ വിഷമമായില്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇനി ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും അങ്ങനെ വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ ഡോക്ടർമാരും ഉപകരണങ്ങളും ഇല്ലെങ്കിലും PR കറക്റ്റായിട്ട് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേച്ചി ആരെങ്കിലും കാണുമ്പോൾ അവരുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കൈ നഷ്ടപ്പെട്ട, ചികിത്സാ പിഴവ് മൂലം ഒരു കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത്? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു? അതിന് കാരണക്കാരായവരെ എന്തൊക്കെ ചേച്ചി ചെയ്തു? ആ കാര്യങ്ങളൊന്നും വിശദീകരിച്ചില്ലല്ലോ. അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞു പോകാതെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് വിശദമായിട്ട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം വേണ്ടേ? പിന്നെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു ചേച്ചി, ഇപ്പോൾ ഒരു മന്ത്രിയായി. പണ്ട് അഭിനയത്തിൽ മിടുക്കിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഭാവാഭിനയം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് മുഖത്തൊക്കെ വരുന്നുണ്ട്, പ്രകടമാകുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ആ ഭാവങ്ങൾ മിന്നി മറയുന്നത് ഒരു സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി. എല്ലാവരും എന്നെ മോശക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാറില്ല. ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളാണ്. ഇങ്ങനെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ആ കണ്ണും പല്ലും ചുണ്ടും കണ്ണടയം വരെ അഭിനയിക്കുക. പിന്നെ ചേച്ചി ഒരു ജനസംസാരം കൂടിയുണ്ട്. കറുപ്പ് കണ്ട ഇവിടെ മുഖ്യമന്ത്രിക്ക് ഹാലിളകുമായിരുന്നല്ലോ, ഒരിടയ്ക്ക് വലിയ അലർജി ആയിരുന്നല്ലോ. അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കറുപ്പ് അണ്ടർവെയർ ആരെങ്കിലും ഇട്ടുകൊണ്ട് പോയാലും അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി ആ കറുപ്പിനോടുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണോ കരിങ്കൊടി കണ്ടപ്പോൾ ചേച്ചിക്ക് അത് സംഭവിച്ചത്? ആ അസുഖം ഇങ്ങോട്ട് ബാധിച്ചതാണോ എന്ന് ഒരു സംശയം ജനങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയെ വെറുതെ കുറ്റം പറയണ്ടല്ലോ, രോഗാവസ്ഥയല്ലേ അതൊക്കെ. അങ്ങനെയാണോ ചേച്ചി? ആ കറുത്ത കൊടിയുടെ സ്ഥാനത്ത് ഒരു ചുവന്ന കൊടിയായിരുന്നെങ്കിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നു അല്ലേ? ഏതായാലും വന്നത് വന്നു, ജനങ്ങളോട് പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ. എല്ലാവരും എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. നാട്ടുകാരെ നിങ്ങൾ കേട്ടല്ലോ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നും പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കരുത്. ആരും തുണിയൊന്നും പൊക്കി കാണിക്കരുത്, അതായത് കറുത്ത തുണിയൊന്നും പൊക്കി കാണിക്കരുത്. തുണി പൊക്കി കാണിക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ ചുവന്ന തുണി തന്നെ നോക്കി കാണിക്കണം. അല്ലെങ്കിൽ ചേച്ചിയുടെ കഴുത്ത് ഇപ്പം തന്നെ ഒരു പരിവായിരിക്കുകയാണ്, കഴുത്തുളുക്കും നടുവുളുക്കും, പിന്നെ അവസാനം നമ്മൾ വധശ്രമത്തിന് നമ്മളകത്ത് പോകേണ്ടിയും വരും. എല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി, നടക്കട്ടെ.